+2 accountancy first chapter 1, accounting for not for profit organization. ആ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ചാപ്റ്റർ കവർ ചെയ്യുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഓഫ് നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിങ്, income and expenditure accounting, balance sheet, treatment of peculiar items, income and expenditure based on trial balance, incidental trading activity. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ കവർ ചെയ്യുന്ന ടോപ്പിക്സ്. ഇത്രയും ടോപ്പിക്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പ്രോഫിറ്റിന് വേണ്ടിയല്ലാതെ റൺ ചെയ്യുന്ന ഓർഗനൈസേഷൻസ്, അതാണ് ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. അതിന് മോട്ടീവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അല്ല, പ്രോഫിറ്റ് എയിം ചെയ്തിട്ടല്ല അങ്ങനത്തെ ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മാനുഫാക്ചറിങ്ങോ പർച്ചേസസോ സെയിൽസോ ഒന്നും നടക്കുന്നില്ല. ട്രേഡിംഗ് കൺസേൺ പോലെ അക്കൗണ്ട്സ് ഒന്നും ഇവർക്ക് അതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട. കാരണം എന്താ, പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല ഇത് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഏതൊരു ഓർഗനൈസേഷൻ റൺ ചെയ്യാൻ ഫണ്ട് വേണം. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഫണ്ട് കിട്ടുന്നത്? മെമ്പേഴ്സിൻ്റെ അടുത്ത് സബ്സ്ക്രിപ്ഷനായിട്ടും പിന്നെ ഡൊണേഷനായിട്ട് പിന്നെ ഗവൺമെൻറ് അടുത്തുനിന്ന് അസിസ്റ്റൻസ് ഒക്കെ ആയിട്ടാണ് ഇവർക്ക് ഫണ്ട് കിട്ടുന്നത്. അപ്പം ആ കിട്ടിയ ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് അവർ ഈ ചാരിറ്റി എല്ലാം ചെയ്യുന്നത്. ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സ്കൂൾസ്, ക്ലബ്സ്, ഹോസ്പിറ്റൽസ്, വെൽഫെയർ സൊസൈറ്റീസ്, പിന്നെന്താണ് സൊസൈറ്റി ഫോർ ദ പ്രൊമോഷൻ ഓഫ് ആർട്ട് ആൻഡ് കൾച്ചർ, അതെല്ലാം നമുക്ക് ഇതിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നതാണ്. ഈ കാറ്റഗറി പെടുന്നതാണ് അതൊക്കെ. അന്ന് പ്രോഫിറ്റ് എയിം ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസ് അല്ല. സാധാരണ ട്രേഡിംഗ് കൺസേൺസ് പോലെ അക്കൗണ്ട് അല്ല ഇവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇവരെ അക്കൗണ്ടിങ്ങിൽ ഒരു പെർട്ടിക്കുലർ മാനറിൽ വേണം ഇവർ അക്കൗണ്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് അല്ലല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. അപ്പം ക്യാഷായിട്ട് ഇവർക്ക് കിട്ടുന്ന ഫണ്ടെല്ലാം ക്യാഷായിട്ടോ എല്ലാം ബാങ്ക് വഴിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ മെയിനായിട്ട് ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ലെഡ്ജേഴ്സ്, ഏതൊക്കെ ലെഡ്ജേഴ്സാണ്? ഇൻകം, എക്സ്പെൻസസ്, അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇത്രയും ലെഡ്ജേഴ്സ് അവർ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട്, മെയിനായിട്ട് പറയാനുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട്, ക്യാപിറ്റൽ ഫണ്ടിന് തന്നെ ജനറൽ ഫണ്ട് എന്ന് പറയുന്നത്, അത് ഇവർ മെയിൻറ്റെയിൻ ചെയ്യണം. ഇവർക്ക് കിട്ടുന്ന ഫണ്ട്, റേസ് ചെയ്യുന്ന ഫണ്ടൊക്കെ ഈ ഒരു ക്യാപിറ്റൽ ഫണ്ടിലോ ജനറൽ ഫണ്ടിലോ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്? ഈ ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത് മെമ്പേഴ്സാണ്. അപ്പോൾ ഈ മെമ്പേഴ്സിന് കിട്ടിയ ക്യാഷ് എന്തിനു യൂസ് ചെയ്തു, അവർക്ക് കിട്ടിയ ഫണ്ട് എന്തിനു യൂസ് ചെയ്തു എന്ന് മെമ്പേഴ്സിന് അറിയണം. അതിന് വേണ്ടിയിട്ടും പിന്നെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ടും പിന്നെ ഒരു കൺട്രോൾ, അവർ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന് ഓവർ യൂട്ടിലൈസേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു കൺട്രോളിന് വേണ്ടിയിട്ടും ഇവർ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അതെല്ലാം ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ട്സ്. ദെൻ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മെയിനായിട്ട് പറയാനുള്ളത് റെൻഡറിങ് സർവീസസ് ആണ് ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷന് മെയിൻ എയിം, പ്രോഫിറ്റ് അല്ല. ഓക്കെ, ഇത്രയും പോയിന്റ്സ് എല്ലാവരും നോട്ട് ചെയ്യുക, എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് ഇതിലെ മെയിൻ പോയിന്റ്സ്, ഈ ചാപ്റ്ററിലെ മെയിൻ പോയിന്റ്സ് ആണ് ഇതെല്ലാം. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. Definition: Non-profit organizations are those organizations which are not engaged in business activities. The prime objects of such organization is to render services to its members and the society and not to earn profit. These are managed by trustees who are fully accountable to their members and the society for the utilization of the funds raised for meeting the objectives of the organization.
Hence, they also have to maintain proper accounts and prepare the financial statement, which take the form of receipt and payment account, income and expenditure account, and balance sheet at the end of every accounting year. ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ബിസിനസ്സിലൊന്നും എൻഗേജ് ചെയ്യാത്ത, ബിസിനസ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാത്ത ഓർഗനൈസേഷനാണ്. റെൻ്റ് ഓഫ് സർവീസസ് ആണ് അതിൻ്റെ മെയിൻ മോട്ടീവ്. പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നതല്ല മോട്ടീവ്. മാനേജ് ചെയ്യുക ട്രസ്റ്റീസാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ മെമ്പേഴ്സിനും സൊസൈറ്റിക്കും അക്കൗണ്ട്സൊക്കെ എങ്ങനെയൊക്കെ ക്യാഷ് ചിലവാക്കിയെന്ന് അറിയാൻ വേണ്ടിയിട്ടും പിന്നെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതുതന്നെയാണ് ഡെഫിനേഷനിൽ പറയുന്നത്. നേരത്തെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണിതെല്ലാം. സോ എല്ലാവർക്കും ഇതുവരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് വീഡിയോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, താങ്ക് യു.